നിങ്ങളെ ത്രൂ ഞാനൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നിങ്ങൾ പോസിറ്റീവ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ട്രെയിനറും ഒരു നല്ല ഇൻഫ്ലുവൻസറും കൂടിയാണ് നിങ്ങൾ. നമ്മൾ കൊലാബ് ചെയ്യുന്ന സമയത്ത് ഞാനെന്തോ പോസിറ്റീവായിട്ട് ഡിസ്ക്രിപ്ഷൻ ഇട്ടെ, നംഷത്തെ നെഗറ്റീവായിട്ട് ഇടും. ഞാൻ പറയും റിയാസ്കന്ത് അങ്ങനെ പറഞ്ഞേ. അന്നേരം നിങ്ങൾ പറഞ്ഞേ നോക്ക് നെഗറ്റീവിലാണ് നാളെ പിടിക്കുക. അത് കറക്റ്റാണ്. നമ്മൾ ന്യൂസ് പേപ്പർ ഇപ്പോൾ ഗൾഫിലെ ന്യൂസ് പേപ്പർ ഒന്നും എവിടെ എത്തൂല. അന്നേരം ഫസ്റ്റ് തന്നെ പോസിറ്റീവ് എല്ലാം പോസിറ്റിവിറ്റിയാണ്. അതുകൊണ്ട് ന്യൂസ് പേപ്പർ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നില്ല ഗൾഫില്. നാട്ടില് ഫസ്റ്റ് തന്നെ വരുന്നത് എല്ലാം പീഡനം, രോഗം, അക്രമം, റേപ്പ്, ഡ്രഗ്സ്, MDMA, കൊലപാതകം, യുദ്ധം, ഇതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചെന്ന ഒരു കാര്യം നല്ലത് നമുക്ക് കാണിച്ചു കൊടുക്കാം. യൂസ് ദാറ്റ് ടെക്നീക്ക് ലൈക്ക് എക്സാക്ട്ലി ദീസ് വേർഡ്സ്. അതിനുശേഷം ഞാൻ എൻ്റെ വീഡിയോസ് ഫുള്ള് അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ChatGPT എൻ്റെ അടുത്ത് പറയും ഗിവ് മീ 5 ഓപ്ഷൻസ് ഓഫ് ഹുക്ക്. അന്നേരം പറയും add some one word of negativity or negative word, and it's giving me a brilliant answers after this prompt. നിങ്ങൾ എനിക്ക് ആ സംഭവം പഠിപ്പിച്ചു തന്നാൽ നല്ല കാര്യങ്ങൾ നമുക്ക് ഇവരെ ടൂൾസും ഇവരെ പ്ലാറ്റ്ഫോമും ഈ ടെക്നോളജി അതായത് ഇവരെ ഹുക്ക് ചെയ്യുന്ന രീതിയിൽ, ബിക്കോസ് വി ആർ നെഗറ്റീവ്ലി വയർഡ്. യു ഹാവ് സെഡ് ദാറ്റ് ഓൾസോ. ആബ്സല്യൂട്ട്ലി. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനുള്ള ഒരു ഫ്രീ ടിപ്പാണ്. ഇനി ബാക്കി പെയ്ഡ് സബ്സ്ക്രിപ്ഷനിൽ നമുക്ക് ഇത് പറഞ്ഞു തരുന്നതായിരിക്കും. അല്ല, പക്ഷെ ഇത് ഒരു വലിയൊരു ടിപ്പാണ്. ബിക്കോസ് അതുകൊണ്ട് ഞാൻ ആ ഒരു ഡിഫറൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു തെറ്റില്ല. ബിക്കോസ് അത് നമ്മളെ ഇന്റൻഷൻ ബേസിക്കലി മേക്ക് ദിസ് മെസ്സേജ് റീച്ച് ആസ് വൈഡ് ആസ് പോസിബിൾ. ആബ്സല്യൂട്ട്ലി. ഞാൻ ഇതിൻ്റെ ഒരു ചരിത്രം ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ കേട്ടോ, തിരുത്തേണ്ടവർക്ക് എന്നെ തിരുത്താം. എൻ്റെ കാഴ്ചപ്പാടാണ്. സയൻറ്റിഫിക്കലി സ്പീക്കിംഗ് വി ഹ്യൂമൻ ബീങ്സ് ആർ നെഗറ്റീവ്ലി വയർഡ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു 85% ഓഫ് ദ തോട്ട്സ്, ദ ഓവറോൾ തോട്ട്സ്, നമ്മൾ ചിന്തിക്കുന്ന ഒരു 85% നെഗറ്റീവ്ലി വയർഡാണ്, നെഗറ്റീവ് തോട്ട്സാണ്. അപ്പം നെഗറ്റീവായിട്ടുള്ള ഡേറ്റ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും, അല്ലെങ്കിൽ കണക്റ്റഡ് ആവും, ഇൻക്വിസിറ്റീവ് ക്യൂരിയോസിറ്റി ഉണ്ടാവും. നെഗറ്റീവ് തംബ്നെയിൽ വന്നാൽ, നെഗറ്റീവ് ലിങ്ക് വന്നാൽ നമ്മൾ ക്ലിക്ക് ചെയ്യാനുള്ള ആ ക്ലിക്ക് ബൈറ്റ് ഉണ്ടല്ലോ, അത് ആ സാധനം, ആ ഹങ്കർ ഉണ്ടാവും. ഈ ഹങ്കർ, ഈ സൈക്കോളജി ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഭൂമിയെ തന്നെ സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവം, അദ്ദേഹത്തിൻ്റെ മെസ്സേജ്, അദ്ദേഹം എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ചതും ഇതേപോലെ ഒരു നെഗറ്റീവ് ഹുക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. വാട്ട് ഈസ് ലാ ഇലാഹ? ദെർ ഇസ് നോ ഗോഡ്. അത് നെഗറ്റീവാ. നെഗറ്റീവ്. യെസ്, ദെർ ഇസ് എ ഗോഡ്, കം ടു മീ എന്നല്ല പറഞ്ഞത്. ദെർ ഇസ് നോ ഗോഡ് മൈ ഡിയർ. There is no God. ദൈവമേ ഇല്ല. അപ്പം എന്തായി? ഇല്ല, നെഗറ്റീവാ. ഇല്ലല്ലാ, there is one God. There is no God എന്ന് പറയുമ്പോൾ ആൾക്കാർ ക്യൂരിയോസിറ്റി ആവും, ആൾക്കാർ അട്രാക്റ്റഡ് ആവും. ഷഹാദ was started with hook. With a hook. ഷഹാദ തുടങ്ങിയത് ഹുക്കിലാണ്. There is no God. ഹുക്കായി. അപ്പോൾ ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞുകൊണ്ട് yes, there is a God. And you want to know that God? Come to this book. ആ ബുക്കിലേക്ക് വരൂ, ബുക്ക് പറഞ്ഞു തരും എന്താണ് ദൈവമെന്ന്. അപ്പോൾ ആ ബുക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇന്ന് ലോകത്തുള്ള എല്ലാ മതങ്ങളിലെയും വേദഗ്രന്ഥങ്ങളിലെ ബുക്കിൽ പറഞ്ഞിട്ടുള്ള സത്യങ്ങൾ ആ ബുക്കിനകത്തുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്നാണെന്നും എല്ലാ വേദഗ്രന്ഥങ്ങൾക്കും കണക്ഷൻ ഉണ്ടെന്നും എല്ലാ മനുഷ്യരെയും വേദഗ്രന്ഥങ്ങളെയും സൃഷ്ടിച്ചതും പരിപാലിച്ചതും സംരക്ഷിച്ചതും ഒരു ശക്തിയാണെന്നും ആ ശക്തിയുടെ പേര് ഈശ്വരൻ, നശിക്കാത്ത ഒരു ശക്തി, ദൈവം, അള്ളാഹു. ഇതിന് പേരിലാണ് നമ്മുടെയൊക്കെ ഇവിടെ വലിയ ചർച്ചയും അടിയും പിടിയൊക്കെ. പേരിലാണ്. പേരിൻ്റെ അകത്തുള്ള ആത്മാവിലും അതിനകത്തുള്ള വിശ്വാസത്തിലും അതിനകത്തുള്ള ആ സ്വത്വത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല. നമ്മൾ സർഫസ് ലെവലിൽ കിടന്ന് അടികൂടുക.